പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സെപ്റ്റംബർ 22 ഞായറാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ISL 11ാം സീസണിലെ രണ്ടാം മത്സരം ഈ മാസം 22-ാം തീയതി ഞായറാഴ്ചയാണ് നടക്കുന്നത്. എന്ത് വില കൊടുത്തും ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരം വിജയിച്ചേ മതിയാവും. കാരണം ആദ്യ മത്സരം പരാജയപ്പെട്ടിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് എത്തുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വിജയവഴിയിലേക്ക് തിരിച്ചെത്താൻ അടുത്ത മത്സരത്തിലെ വിജയം അതിനിർണായകം തന്നെയാണ്. കൂടാതെ ബ്ലാസ്റ്റേഴ്സിന് ഇനി ടേബിളിലെ മുന്നോട്ടുള്ള സ്ഥാനത്തേക്ക് പോകാനും അടുത്ത വിജയം ബ്ലാസ്റ്റേഴ്സിനെ നല്ലതുപോലെ സഹായിക്കും. എന്തായാലും വിജയം ലക്ഷ്യമിട്ട് ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇറങ്ങുന്നു. ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ തിരികെ എത്തുന്നതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം വിജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മൈക്കിൾ സ്റ്റാല പറഞ്ഞ അടുത്ത മത്സരത്തിൽ നമ്മൾ തിരിച്ചു വരും എന്നുള്ള സൂചനയാണ് അദ്ദേഹം നൽകിയത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇപ്പോൾ 7K അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായി ഈ മത്സരത്തിലും ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത് സച്ചിൻ സുരേഷിൽ തന്നെയാണ്. കഴിഞ്ഞ മത്സരത്തിൽ 2 ഗോളുകൾ അദ്ദേഹം വഴങ്ങിയെങ്കിൽ പോലും മികച്ച പ്രകടനം സച്ചിൻ സുരേഷ് നടത്തിയെന്ന് വേണം പറയാനായിട്ട്. എന്തായാലും സച്ചിൻ സുരേഷ് തന്നെ അടുത്ത മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ വലകാക്കും. അതുപോലെ തന്നെ ഡിഫൻസിൽ 4 പേർ അണിനിരക്കും. 4-3-3 ഫോർമേഷനിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിലും ഇറങ്ങാനുള്ള സാധ്യതകൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫൻസിൽ അണിനിരത്തുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ മിലോസ് റിൻസിച്ച്, അതുപോലെ തന്നെ പ്രീതം കോട്ടാൽ എന്നീ താരങ്ങളെ നമുക്കവിടെ പ്രതീക്ഷിക്കാം. മിലോസും അതുപോലെ തന്നെ പ്രീതം കോട്ടാലും അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ സന്ദീപ് സിംഗിനെ നമുക്കവിടെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ സഹീഫിനെ ആയിരുന്നു നമുക്ക് ഡിഫൻസിൽ കാണാൻ സാധിച്ച മറ്റൊരു താരം. ലെഫ്റ്റ് വിങ്ങിൽ അദ്ദേഹമായിരുന്നു കളിച്ചിരുന്നത്. എന്നാൽ സഹീഫ് കഴിഞ്ഞ മത്സരത്തിൽ ധാരാളം പിഴവുകൾ വരുത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. പെനാൽറ്റി വഴങ്ങിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സഹീഫ് തന്നെയായിരുന്നു. അതുകൊണ്ട് സഹീഫിനെ മാറ്റിക്കൊണ്ട് അവിടെ ഐബാൻ ഡോഹ്ലിംഗ് ഇറങ്ങാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഐബാൻ ഇറങ്ങിയില്ലെങ്കിൽ അവിടെ നവോച്ച ഇറങ്ങിക്കും. കൂടുതൽ സാധ്യത ഐബാൻ ഡോഹ്ലിംഗിനാണ്. അതുപോലെ തന്നെ മധ്യനിരയിൽ 3 പേർ അണിനിരക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ കളിക്കുക ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ ആയിരിക്കും. അഡ്രിയാൻ ലൂണ മടങ്ങിയെത്തുന്നതാണ് ഈ ലൈനപ്പിൽ വരുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ വിപിൻ മോഹനനെയും അതുപോലെ തന്നെ ഫ്രെഡി ലാലൻ മാവിയും നമ്മളവിടെ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ലൂണയ്ക്കൊപ്പം വിപിനും ആദ്യ 11ലേക്ക് മടങ്ങിയെത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ 2 വിങ്ങേഴ്സായി കളിക്കുക നോവാ സദോയും അതുപോലെ തന്നെ മുഹമ്മദ് ഐമനുമായിരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. രാഹുൽ KP അവിടെ മാറ്റിക്കൊണ്ട് മുഹമ്മദ് ഐമൻ ആദ്യ 11ലേക്ക് കടന്നു വരുമെന്നുള്ളത് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. 2 പേരും വിങ്ങേഴ്സായിട്ടായിരിക്കും കളിക്കുക. അതുപോലെ തന്നെ മുന്നേറ്റ നിരക്ക് ചുക്കാൻ പിടിക്കാനായി ജീസസ് സ്റ്റീവൻസ് എന്ന് പറയുന്ന സൂപ്പർ താരം അവിടെ ഗോൾ അടിച്ചു കൂട്ടാനുണ്ടാകും എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇങ്ങനത്തെ ഒരു ലൈനപ്പിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നത്. ഇതിൽ മാറ്റങ്ങൾ കഴിഞ്ഞ മത്സരത്തിൽ നിന്നും വരുന്നത് വിപിൻ മോഹനൻ ആദ്യ 11ലേക്ക് കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ ആദ്യ 11ലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും വമ്പൻ മാറ്റങ്ങളുമായി ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇറങ്ങുകയാണ്. എന്തായാലും നിങ്ങളൊരു പോസിബിൾ ലൈനപ്പ് മാത്രമായി എടുക്കുക. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫോർമേഷൻ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം.